ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ഈശോയുടെ പാർശ്വം സഭയുടെ ഉത്ഭവസ്ഥാനം. സ്വന്തം പാർശ്വത്തിൽ നിന്നുമാണ് ക്രിസ്തു സഭയെ സ്ഥാപിച്ചത്. ആദത്തിന്റെ പാർശ്വത്തിൽ നിന്നും ഹൗവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്റെ തന്നെ പാർശ്വത്തിൽ നിന്നും ക്രിസ്തു സഭയ്ക്ക് ജന്മം നൽകി. ആദം ഗാഢനിദ്രയിലായിരുന്നപ്പോൾ ദൈവം വാരിയിൽ എടുത്തതുപോലെ ക്രിസ്തു കുരിശിൽ മരണനിദ്രയുടെ സമയത്ത് തന്റെ രക്തവും ജലവും ദാനം ചെയ്തു. സ്വന്തം രക്തവും സ്തന്യവും നൽകി ഒരമ്മ തന്റെ കുഞ്ഞിനെ എപ്രകാരം പരിപോഷിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ സ്വന്തം രക്തം നൽകി ക്രിസ്തു തന്റെ മക്കളെ നിരന്തരം പരിപോഷിപ്പിക്കുന്നു. സ്വന്തം രക്തത്താൽ അവിടുന്ന് അവരെ കഴുകി വെടിപ്പാക്കി, തിരുജലത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസ്തോസ്തവം പറയുന്നു, പടയാളി യേശുവിന്റെ പാർശ്വം കുത്തി തുറന്നു. വിശുദ്ധ ദേവാലയത്തിന്റെ ഭിത്തികളെ അവൻ വിച്ഛേദിച്ചപ്പോൾ ഞാൻ നിധി കണ്ടെത്തുകയും സമ്പാദ്യം കരസ്ഥമാക്കുകയും ചെയ്തു. രക്ഷയുടെ നിധി കണ്ടെത്തുന്നതിനും വരപ്രസാദങ്ങളുടെ സമ്പാദ്യം കരസ്ഥമാക്കുന്നതിനും ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തിൽ അഭയം ഗമിക്കണം. തിരുഹൃദയത്തെ ധ്യാനിക്കണം. ആദിമ ക്രിസ്ത്യാനികൾ അവിടുത്തെ പാർശ്വത്തിലെ മുറിവിനെ പറ്റി നിരന്തരം ധ്യാനിച്ചിരുന്നു. പുറപ്പാടിന്റെ ചരിത്രത്തിൽ കട്ടിലപ്പടികളിൽ തളിച്ച കുഞ്ഞാടിന്റെ രക്തം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രതീകമായിരുന്നു. ഇന്ന് വിശ്വാസികളുടെ അധരങ്ങളിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ രക്തം ദർശിക്കുമ്പോൾ തീർച്ചയായും പിശാച് പിന്തിരിഞ്ഞോടും. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പടയാളിയുടെ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.